പ്രിയ പ്രേക്ഷകർക്ക് ഈ വേൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. വോട്ടിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ചൂണ്ടൽ മണ്ഡലം 5-ാം വാർഡിലെ പ്രവർത്തകർ ആവേശഭരിതരാണ്. ഇതുവരെ നടന്ന പോളിംഗിൽ അവർ ഏറെ സന്തുഷ്ടരാണ്. ഇനി ആരെല്ലാമാണ് വോട്ട് ചെയ്യാൻ ബാക്കിയുള്ളത് എന്ന് തപ്പി നോക്കുകയാണ് അവർ കൂട്ടത്തോടെ. ഓഫീസിൻ്റെ അടുത്ത് കൂടിയ എല്ലാവരും ഇതുവരെ ചെയ്ത ലിസ്റ്റുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഇനി ആരാണ് ബാക്കിയുള്ളത്, നമുക്ക് അനുകൂലമുള്ള ആളുകളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഈ ചൂണ്ടൽ പഞ്ചായത്തിലെ 5-ാം വാർഡിലെ UDFിൻ്റെ പ്രവർത്തകർ. നല്ല ശക്തമായിട്ടുള്ള പ്രവർത്തനമാണ്. എല്ലാവരും നല്ല ഹാപ്പിയിലാണ് നിൽക്കുന്നത്. വൻ ഭൂരിപക്ഷത്തിലുള്ള വിജയമാണ് നമ്മൾ പ്രഖ്യാപിക്കാൻ വന്നത്. പോളിംഗ് ശതമാനം എത്ര ഉണ്ടായിട്ടുണ്ടാവും? 72% ഇപ്പോൾ പോളിംഗ് ശതമാനം ഇപ്പോൾ നടന്നിട്ടുണ്ട്. 40-42. ഓക്കെ നമ്മൾ ഇൻകാസിന്റെ പ്രതിനിധി വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ളതാണ് അല്ലേ? അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അവിടുത്തെ പ്രവർത്തനം വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇവിടുത്തെ ഭയങ്കരമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് നമ്മൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതായിട്ടാണ് നമ്മളിപ്പോൾ രാവിലെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയത്. ഇവിടെ വന്ന് കാണുമ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു? അതാ പറഞ്ഞത്, ഈ ഒരു വോട്ട് നമുക്കൊരു മിസ്സാക്കാൻ പറ്റില്ല എന്നുള്ള കാരണത്തോട് മാത്രമാണ് നമ്മളിന്ന് ലീവ് പോലും കുറവായിട്ട് പോലും നമ്മൾ രാവിലെ തന്നെ എത്തി. ഈ ഒരു വൈബ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ വോട്ടെടുപ്പിൻ്റെ ആ ഒരു സംഭവം എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ടുള്ള സന്തോഷം എല്ലാവരും നാട്ടുകാരെല്ലാവരും കാണാം. എല്ലാവരും കാണാൻ പറ്റി. എന്തായാലും ഈ നമ്മളെ ബൂത്ത് 40-41 കാര്യമായുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അത് കണ്ടിട്ട് നമ്മളുടെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഈ വേൾഡ് ന്യൂസ് വളരെ കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഞാനത് പ്രത്യേകം കണ്ടിട്ട് ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്കിൽ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പ്രവർത്തനമാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി മുരളീധരൻ ഒമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കണമെന്ന് ആശംസിക്കുന്നു. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തണം. ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികൾ ഇന്ത്യയിൽ നിന്ന് തന്നെ മാറി ഇവിടെ ഒരു നല്ലൊരു ഭരണം തന്നെ കാഴ്ചവെക്കണമെന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു. എന്തായാലും ഇൻകാസ് പ്രവർത്തകരുടെ കാര്യമായ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്, അവരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമുക്ക് വലിയ ഒരു റിസൾട്ട് തന്നെ, നല്ലൊരു വിജയസാധ്യത തന്നെയാണ് കാണുന്നത് അല്ലേ? പിന്നെ എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? ഇനി ആരെങ്കിലും വോട്ട് ചെയ്യാൻ ബാക്കിയുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അവസാന ഘട്ടത്തിൽ നമ്മൾ ബാക്കി ചെയ്യാനുള്ള ആളുകളുടെ ലിസ്റ്റാണ് ഇപ്പോൾ ഇവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജമാൽ മാഷെ, നമുക്ക് എന്താണ് പ്രത്യേകിച്ച് പറയാനുണ്ടോ? പ്രത്യേകിച്ച് പറയാനില്ല. ഏകദേശം 80% അടുത്ത് പെർസെൻറ്റേജ് പോളിംഗ് ഉണ്ടാകാമെന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ 2 ബൂത്തിന്റെ അല്ലേ? ജനങ്ങൾ ശരിക്കും അതിന് വിനിയോഗിച്ചിട്ടുണ്ട്. അതെ, നാടിന്റെ ആവശ്യം കണക്കിലെടുത്ത്, ഇന്നത്തെ അവസ്ഥ കണക്കിലെടുത്ത് ജനങ്ങൾ പരമാവധി വോട്ട് ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു 80% അടുത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ നമുക്ക് UDFിന്റെ സാധ്യത വളരെ വലുതാണ്. വളരെ വലുതാണ്. ഓക്കെ.